ഡിപ്രഷനിൽ കൂടെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് പൊന്നു മച്ചാനെ എന്ന ആ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ വില്ലൻ്റെ കൈപ്പിടിയിൽ നിന്ന് വെളിയിൽ ചാടുന്നോ നിങ്ങളുടെ ജീവിതം സുന്ദരമാവും. അത് വലിയ ടഫായിട്ടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഇൻഫാക്റ്റ് ഒരു സംഭവം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ വീട്ടിലൊരു കള്ളൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കള്ളൻ കയറുന്നത് നിങ്ങളുടെ വീട്ടിൽ കയറുന്ന കാര്യം നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളറിയുന്നില്ല. ആ കള്ളൻ വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ മൊത്തം ഡിസ്ട്രോയ് ചെയ്തിട്ട് ആ രാത്രി ഇറങ്ങിപ്പോകും. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നോക്കും നിങ്ങളുടെ വീട് ഡിസ്ട്രോയ് ആയി കിടക്കുന്നു. പിന്നെ ആ സങ്കടത്തിൽ നിങ്ങൾ ജീവിക്കുന്നു. അത്രയും മാത്രമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം. ഡിപ്രഷൻ എന്ന് പറഞ്ഞതാണ് ആ കള്ളൻ, വീടെന്ന് പറഞ്ഞതാണ് നിങ്ങളുടെ മനസ്സ്. ആ വീട്ടിലെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് തോട്ട്സ്. അയാൾ ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമല്ലോ, വീട്ടിൽ കയറി കഴിയുമ്പോൾ ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകത്തില്ലേ. അയാളെ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ കരച്ചിൽ, ശരിയല്ലയോ? ആ സാധനം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതവിടെ ഇല്ല. അപ്പോൾ ദേ വിഷമമായി. അപ്പോൾ വീടെന്ന് പറഞ്ഞ സംഭവം നിങ്ങളുടെ മനസ്സും, അതിനകത്ത് കയറി വന്നേക്കുന്ന ആൾ ഡിപ്രഷനും, ആ കള്ളൻ എന്ന് പറഞ്ഞ ആൾ ഡിപ്രഷനും. അയാൾ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ തോട്ട്സുമാണ്. സോ പറഞ്ഞു വരുമ്പോൾ ഇത്രത്തോളം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അയാളുടെ ഒരു രീതിയിൽ പറയുവാണ് അയാളുടെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ അയാളുടെ കഴിവുകേടാണ്. അയാളുടെ സ്വന്തം തോട്ട്സിൻ്റെ മണ്ടയിലുള്ള അല്ലെങ്കിൽ അയാളുടെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളുള്ള ആ സംഭവമുള്ള കള്ളൻ എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളാണ് തോട്ട്സ്. ആ തോട്ട്സിൻ്റെ മണ്ടയിലുള്ള അയാളുടെ കൺട്രോൾ കുറവാണ് ഈ ഡിപ്രഷൻ കോസ് ചെയ്യുന്നത്. എന്താ കള്ളനെ നമ്മൾ കാണും, നമ്മുടെ വീട്ടിൽ കയറും നമ്മൾ കാണുന്നു, നമ്മൾ കമ്പെടുത്തിട്ട് അടിച്ച് അയാളെ ഓടിക്കും, ഇല്ലയോ? അതുപോലെ തന്നെ നമ്മൾ ആ തോട്ട്സ് അതിനെ ബ്ലൂമി ചെയ്യുന്ന എന്താണ് ആ തോട്ട്സ്. ആ തോട്ട്സിനെ നമ്മൾ എന്ന് മനസ്സിലാക്കിയെടുക്കുന്നു, എന്ന് നമ്മളതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് തൊട്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആ പെരുങ്കള്ളനെ നമുക്ക് പിടിച്ച് തുരത്തി ഓടിക്കാൻ പറ്റും. സോ ഡിപ്രഷൻ എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, ഒരു മനുഷ്യൻ്റെ അവൻ്റെ ലിമിറ്റേഷനാണ് അവൻ്റെ സ്വന്തം മനസ്സിൽ നടക്കുന്ന തോട്ട്സിൻ്റെ മണ്ടയിൽ അവന് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി അവൻ ഒബ്സർവ് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു സംഭവമാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം. അതിന് ആ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അതിനെ അറിയാൻ പറ്റുമെങ്കിൽ നമ്മളെ സഹായിക്കാത്തൊരു സാധനത്തിനെ നമ്മൾ കൂട്ടത്തിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ? ജീവിതത്തിൽ നമ്മളെ സഹായിക്കാത്തൊരു സാധനത്തിനെ നമ്മൾ കൂടെ വെക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെ വാഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? അതിനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ എടുത്തിട്ട് ചവിട്ടി വെളിയിലാക്കത്തില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം, നിങ്ങളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ നമ്മളതിനെ എടുത്ത് ദൂരെ കളയുമോ? അതിനെ എടുത്തിട്ട് നമ്മുടെ തലണ്ണ അടിയിൽ വെക്കുമോ? ഇല്ലല്ലോ. നമ്മൾ എടുത്തിട്ട് അതിനെ ദൂരെ കളയും, നമ്മളതിനെ തീ കത്തിച്ച് വെളിയിൽ ചാടിക്കും അല്ലെങ്കിൽ അടിച്ച് ഓടിക്കും. അത് പക്ഷേ എന്നാ സംഭവിക്കണം, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്, നമ്മുടെ മനസ്സിനുള്ളിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയണം. എന്നാലും മാത്രമേ നമുക്കതിനെ പിൻ പോയിൻ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്കതിനെ ദൂരെ എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ. ആ ദൂരെ എടുത്ത് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ അഭാവം നമ്മുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവായി പോകും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ആ ഡിപ്രഷൻ സ്റ്റേറ്റിലിരിക്കേണ്ട അവസ്ഥയില്ല. സോ തോട്ട്സ് ആൻഡ് ഇമോഷൻസിൻ്റെ മണ്ടയിൽ നമ്മളൊരു ഒബ്സർവേഷൻ വെച്ചേ പറ്റത്തുള്ളൂ. നമ്മളെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തോട്ടുണ്ട്, നമ്മുടെ മനസ്സാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ തോട്ട്സ് ആൻഡ് ഇമോഷൻസിൻ്റെ മണ്ടയിൽ എത്രത്തോളം നിങ്ങൾക്ക് പവർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഡിപ്രഷനൊക്കെ വെറും ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറി നിൽക്കേണ്ടി വരും. ഡിപ്രഷനൊന്നും അവിടെ വാഴാൻ ഇടമില്ലാതെയായി പോകും. സോ കീപ്പ് എ ചെക്ക് ഓൺ എ തോട്ട് ആൻഡ് ഇമോഷൻ. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ വിചാരിക്കുന്ന ആ 70,000 തോട്ട്സിൽ നിങ്ങൾ വിചാരിക്കുന്ന 80% കൂടുതൽ സംഭവം ഒരു സാഡ്നെസ് അല്ലെങ്കിൽ താങ്കൾക്ക് ഗുണമില്ലാത്തൊരു സംഭവമാണെങ്കിൽ വിചാരിച്ചോണെങ്കിൽ യു വിൽ ബിക്കം മെഡിക്കലി ഡിപ്രസ്ഡ്. അതിൽ നിന്നും വെളിച്ചാടാൻ പറ്റും. പക്ഷേ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളൊരു വലിയൊരു ചോദ്യം അവിടെയുണ്ട്. അതിനെ തിരിച്ചറിയണം എന്നുള്ള അടുത്ത വേറൊരു ചോദ്യം അവിടെയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ 80% തോട്ട്സ് നിങ്ങളെ മുമ്പിലേക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റുന്ന തോട്ട്സ് നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ മനസ്സിൽ ബേസ് ഉറപ്പിക്കുകയാണെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഡിപ്രഷനിൽ നിന്ന് നേരെ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസ്ഥകളിലെത്തും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവത്തിലേക്ക് എത്തും. ആൻഡ് ഫിസിയോളജിക്കലി നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. സോ തോട്ട്സ് ആൻഡ് ഇമോഷൻസിൻ്റെ മണ്ടയിൽ അതിനടിമയായിട്ട് ജീവിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ക്യാരക്ടർ. അതിൻ്റെ ഒന്നാമത്തെ റീസൺ അവനെ തന്നെ ഒബ്സർവ് ചെയ്യാത്തതാണ്. നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യുക. ഏത് തോട്ടാണ്, എന്ത് ഇമോഷനാണ് അയാളെ കണ്ടുപിടിക്കുക, ആ കള്ളനെ പൊക്കിയെടുക്കുക. ആ കള്ളനെ പൊക്കിയെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അടിച്ചു തുരത്തുക. അവനെ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താതിരിക്കുക. ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്താതിരിക്കുമ്പോൾ
നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആവും. ആൻഡ് ഡിപ്രഷൻ അവിടെ ഒരു ഇരിക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി നിങ്ങൾ തന്നെ കൊടുക്കത്തില്ല. ആൻഡ് യു വിൽ കം ഔട്ട് ഓഫ് ഇറ്റ് 100% ഗ്യാരണ്ടി. പാപം ബ്രെയിൻ്റെ എനർജി ഇങ്ങനെ കത്തിച്ച് കളയാതെ. ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പോട്ട് ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ അറിയാനുള്ളതാണ് ഈ തലച്ചോറിന്. അല്ലാതെ ഇങ്ങനത്തെ കണ്ട ഡിപ്രഷനകത്തോട്ട് വസിക്കാനുള്ളതല്ല. സോ കം ഔട്ട് ഓഫ് ഡിപ്രഷൻ. ഒരു പരിഹാസ കഥാപാത്രമാണ് പുള്ളിക്ക് ഇത്രയും വില കൊടുക്കേണ്ട ആവശ്യമില്ല.